ടു PSCIM. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 12 പട്ടികകളാണ്, ഷെഡ്യൂൾസ്. അതിൽ ഒന്നാമത്തെ ഷെഡ്യൂൾ, അതായത് ഭരണഘടന നിലയിൽ വരുമ്പോൾ 8 പട്ടികകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പം എത്ര ഉണ്ട്? 12 പട്ടികകളുണ്ട്. ഈ 12 പട്ടികകളെ നമ്മൾ എന്താക്കും? പെട്ടികളാക്കും. അപ്പോൾ ഒന്നാമത്തെ പെട്ടി, അതായത് ഒന്നാമത്തെ ഷെഡ്യൂളിൽ ഒന്നാമത്തെ പെട്ടി തുറക്കുമ്പോൾ അതായത് 29 സംസ്ഥാനങ്ങളും അതേപോലെ തന്നെ 7 യൂണിയൻ ടെറിട്ടറീസും സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഒന്നാമത്തെ പെട്ടി തുറക്കുമ്പോൾ ചാടിപ്പോവും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ, തമിഴ്നാടും കേരളവും അതേപോലെ തന്നെ ഒറീസ, മധ്യപ്രദേശ്, അങ്ങനെയുള്ള 29 സംസ്ഥാനങ്ങളും കയ്യും കാലും വെച്ചൊക്കെ ഓടിപ്പോണ കാര്യം ആലോചിച്ച് നോക്കുക. അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒന്നാമത്തെ ഷെഡ്യൂളിൽ ഇന്ത്യൻ യൂണിയനിലെ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇനി രണ്ടാമത്തെ പെട്ടിയിൽ എന്തിട്ടാണാവോ അല്ലേ? രണ്ടാമത്തെ പെട്ടിയിൽ കുറേ ഉദ്യോഗസ്ഥന്മാരെ പൂട്ടിയിട്ടുണ്ട്. അവരുടെ കയ്യിൽ അവർക്കുള്ള ശമ്പളമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് രാഷ്ട്രപതി, ഗവർണർമാർ, ലോക്സഭാ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, രാജ്യസഭാ ചെയർമാൻ, ഡെപ്യൂട്ടി ചെയർമാൻ, സുപ്രീം കോടതി ജഡ്ജിമാർ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ഇവരൊക്കെ ഇവരൊക്കെ ഈ രണ്ടാം നമ്പർ പെട്ടി തുറന്നിട്ടുണ്ടെങ്കിൽ കയ്യിൽ ശമ്പളം പിടിച്ചിട്ട് ഓടിപ്പോവും. അപ്പോൾ ഈ രണ്ടാമത്തെ ഷെഡ്യൂൾ ഇതാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ പെട്ടി, അതായത് മൂന്നാമത്തെ പെട്ടിയിൽ ഈ ചാടിപ്പോണ ആൾക്കാരൊക്കെ അവരെ ഇന്ന സ്ഥാനം ഉണ്ടല്ലോ, ആ സ്ഥാനത്തിലേക്ക് എത്തിക്കാനായിട്ട് ഒരു വലിയൊരു ബുക്കാണ്. അതായത് ഇത് സത്യപ്രതിജ്ഞ. ഇവർ ചൊല്ലാനുള്ള സത്യപ്രതിജ്ഞ ഈ മൂന്നാമത്തെ പെട്ടിയിൽ വെച്ചിരിക്കണം. ഇനി നാലാമത്തെ പെട്ടി തുറക്കുമ്പോൾ നല്ല ഭംഗിയുള്ള കുറേ കസേരകൾ കാണാം. കുറച്ച് കസേരകൾ കാണാം. കുറേ കസേരകൾ കാണാം. ഇത് ഈ അവിടുത്തെ കസേര എന്ന് പറയും. ഇതൊക്കെ ഈ രാജ്യസഭാ സീറ്റാണ്. അതായത് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഇത്ര കസേരകൾ, ഇത്ര സീറ്റ് ഉണ്ടെന്ന് പ്രതിപാദിക്കുന്ന ഈ നാലാമത്തെ പെട്ടിയിലാണ്. ഇനി 5ഉം 6ഉം പെട്ടി ഏകദേശം ഒരുമിച്ച് ഒരു താക്കോലിട്ടിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ബന്ധം ഉണ്ടായിരിക്കും. 5ാമത്തെ പെട്ടിയിൽ പട്ടിക പ്രദേശങ്ങൾ, വർഗ പ്രദേശങ്ങൾ, പട്ടിക പ്രദേശങ്ങളുടെയും പട്ടിക ഗോത്രവർഗങ്ങളുടെയും ഭരണവും നിയന്ത്രണവും സംബന്ധിച്ച വ്യവസ്ഥകളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. പട്ടിക പ്രദേശങ്ങളുണ്ട്, പട്ടിക ഗോത്രവർഗങ്ങളുണ്ട്. 6ാമത്തെ പെട്ടിയിൽ 6 ആസാം നമുക്ക് വരണം. ആസാം, അതേപോലെ തന്നെ മിസോറം, മേഘാലയ, ത്രിപുര. അതായത് നമ്മൾ നേരത്തെ സപ്തസുന്ദരികൾ പറഞ്ഞല്ലോ, സപ്തസുന്ദരികളിൽ പെടുന്ന ചില സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ്ഗക്കാരുടെ നിയമങ്ങളും വ്യവസ്ഥകളൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ 6ാമത്തെ പെട്ടി തുറക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ വിഷമൊക്കെ പുരട്ടി അമ്പോണ്ട് നല്ല അങ്ങോട്ട് കിട്ടും കേട്ടോ. അപ്പോൾ 5ഉം 6ഉം പട്ടികവർഗം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് 5ഉം 6ഉം പെട്ടി ഒരുമിച്ച് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി 7ാമത്തെ പെട്ടി തുറക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയൊരു ലിസ്റ്റ് അങ്ങോട്ട് വരും. അതായത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, വലിയൊരു ലിസ്റ്റ് അങ്ങോട്ട് വരികയാണ്. ഇനി 8ാമത്തെ പെട്ടി തുറക്കുമ്പോൾ നല്ല ഭരണിപ്പാട്ട് കേൾക്കാം നിങ്ങൾക്ക്. അതായത് 22 ഭാഷകളാണ് ഇതിൽ പെടുന്നത്. അതായത് നമ്മുടെ ഗവൺമെൻറ് അംഗീകരിച്ച, അതായത് ഭരണഘടന അംഗീകരിച്ച 22 ഭാഷകളെ പറ്റിയിട്ട് നമ്മൾ ഈ 8ാമത്തെ പെട്ടിയിൽ, അതായത് 8ാമത്തെ പെട്ടി തുറക്കുമ്പോൾ നല്ല ഭാഷ കേൾക്കാം. ഇനി 9ാമത്തെ പെട്ടിയിൽ ഭൂപരിഷ്കരണ നിയമമാണ്. അതായത് ഓരോ സംസ്ഥാനങ്ങൾക്കും അത് വലിപ്പം കൂട്ടുമ്പോഴും വലിപ്പം കുറയ്ക്കുമ്പോഴും അത് വിഭജിച്ചു പോകുമ്പോഴും ഒക്കെ ഉള്ള, പിന്നെ അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ടാവും. അപ്പോൾ തമിഴ്നാടിനൊരു നിയമം, ഒറീസയ്ക്കൊരു നിയമം, ഗോവയ്ക്കൊരു നിയമം അല്ലേ. ഗോവയ്ക്ക് യൂണിയൻ സിവിൽ കോഡുണ്ട്, കേരളത്തിന് യൂണിയൻ സിവിൽ കോഡല്ല അല്ലേ. അതുകൊണ്ടാണ് നമ്മളൊക്കെ പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നിയമങ്ങൾ, അതായത് സംസ്ഥാനങ്ങളുടെ നിയമങ്ങളൊക്കെ സംബന്ധിച്ച് ഭൂപരിഷ്കരണ നിയമമൊക്കെ ഓരോ സംസ്ഥാനങ്ങളൊക്കെ കയ്യും കാലൊക്കെ വെച്ച് നിന്നിട്ട് വാദിക്കണത് നിങ്ങളുടെ മനസ്സിൽ വരുത്തണം. ആലോചിച്ചോ. ദെൻ 10ാമത്തെ പട്ടിക കൊടുത്തിരിക്കുന്നത് ആരുടെ കയ്യിലാണെന്നറിയാം? KM മാണിയുടെ കയ്യിലാണ് ഈ 10ാമത്തെ പട്ടിക ഇരിക്കുന്നത്. അതായത് കൂറുമാറ്റ നിരോധന നിയമം, കൂറുമാറ്റത്തിനെ പറ്റിയിട്ടാണ്. കൂറുമാറ്റ നിരോധന നിയമം, ആൻറ്റി ഡിഫെക്ഷൻ ലോ ആണ് ഇതിൽ പറയുന്നത്. ഇനി 11ാമത്തെ പെട്ടി പഞ്ചായത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. 11ാമത്തെ പെട്ടി പഞ്ചായത്തിലെ 11ാമത്തെ പെട്ടി, അതായത് 11ാമത്തെ ഷെഡ്യൂൾ പഞ്ചായത്തുകളുടെ അധികാര പരിധിയിൽ വരുന്ന 29 ഇനങ്ങൾ വരുന്നുണ്ട്.
29 ഇനങ്ങൾ ഈ പഞ്ചായത്ത് രാജിൽ വരുന്നുണ്ട്. ഈ പഞ്ചായത്ത് രാജിൻ്റെ 29 ഇനങ്ങളാണ് ഈ 11ാമത്തെ പെട്ടിയിൽ പറയുന്നത്. ഇനി 12ാമത്തെ പെട്ടി മുനിസിപ്പാലിറ്റിക്കാർ എടുത്തിട്ടുണ്ട്. മുനിസിപ്പാലിറ്റി നിയമം, നഗരപാലിക നിയമം, മുനിസിപ്പാലിറ്റികളുടെ അധികാര പരിധിയിൽ വരുന്ന 18 ഇനങ്ങളെ പറ്റിയിട്ടാണ് ഈ പെട്ടിയിൽ പറയുന്നത്. അത് മുനിസിപ്പാലിറ്റിക്കാർ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്കാർ എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ 12 പെട്ടി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലേ? നിങ്ങൾ കേട്ട് നോക്കൂ കേട്ടോ.